2024 ഡിസംബറിലാണ് ആ വീട്ടുമുറ്റത്ത് വിശ്രമിക്കുകയായിരുന്ന വയോധികയെ തെരുവ് നായ്ക്കൾ കടിച്ചു കൊന്നത്. അവിടെ പോലും നായ്ക്കളുടെ കാര്യത്തിൽ കാര്യമായ ഒരിടപെടലും ഭരണകൂടം നടത്തിയിട്ടില്ല. പട്ടി ആളുകൾ വണ്ടിയിലകത്തൊക്കെ പോകുന്നവരെ ഇട്ട് ഓടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പട്ടി പുറകെ ഓടും. അപ്പോൾ ആളുകൾക്ക് ഒരു പേടിയല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു പട്ടി കടിച്ചുമ്പോൾ ഉള്ള മരിപ്പും അതും ഇതൊക്കെ ആയതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ളൊരു പേടിയുണ്ട്. കടപ്പുറത്ത് മാത്രമല്ല, കടത്തിണ്ണകളിൽ, വീട്ടുമുറ്റങ്ങളിൽ, എന്തിനേറെ പറയണം, മനുഷ്യരുള്ളിടത്തെല്ലാം നായ്ക്കളുമുണ്ട്. നായപ്പേടിയിലാണ് കഴിഞ്ഞ കുറച്ചു നാളായി ഈ നാട് കഴിഞ്ഞുകൂടുന്നത്. ടൂറിസം തുടങ്ങാൻ പോവുക, വെക്കേഷൻ ടൂറിസം കൂടെ വരാൻ പോവുക. അതാകുമ്പോൾ പട്ടിയുടെ മേളം കൂടെ ജനങ്ങൾക്കൂടെ സഞ്ചരിക്കാനൊക്കെ അത് സ്ഥിതിയാണ്. ഇതൊരു മേൽ നടപടി സ്വീകരിക്കാത്ത വലിയ കഷ്ടമാണ്. ആരാണെങ്കിലും ശരി, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിലും ശരി. പേവിഷബാധയേറ്റുള്ള മരണവും ഏറി വരികയാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മുതൽ വയോധികർ വരെ പേവിഷബാധയേറ്റ് ജില്ലയിൽ ഒരു വർഷത്തിനിടെ മരിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും തെരുവ് നായ്ക്കൾ പെറ്റുപെരുകുന്നത് നിയന്ത്രിക്കാൻ യാതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.